നമ്മളൊരു യാത്ര പോകുമ്പോൾ നമുക്കറിയാം എവിടെ പോകേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പോകാനുള്ള സ്ഥലത്തിൻ്റെ പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. പോണ വഴിക്ക് ഏത് വഴിക്ക് പോകേണ്ടതെന്ന് നമുക്കറിയാം, അവിടുത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വയ്ക്കും, അതിൽ കൂടെ പോകും. അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു, ഒരു വഴിയിൽ തടസ്സം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ വഴി കൂടെ സഞ്ചരിച്ച് നമ്മൾ യാത്ര എത്തേണ്ടടുത്ത് എത്തും. ഇതുപോലെ തന്നെയാണ് ലൈഫും. നമ്മൾ എത്തേണ്ട സ്ഥലം മനസ്സിലാക്കി വയ്ക്കാം. എത്തേണ്ട സ്ഥലം മനസ്സിലാക്കി വെച്ചാലുള്ള ഗുണം നമ്മൾ അവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങൾ വരുമ്പോൾ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ വഴിയിൽ തടസ്സം വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വഴി മാറിപ്പോവാൻ നമുക്ക് വലിയ ഹിൻഡ്രൻസ് ഒന്നുമില്ല, എല്ലാം തീർന്നു എന്നും നമ്മൾ വിചാരിക്കണമല്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എത്തേണ്ട സ്ഥലം ആദ്യം തീരുമാനിക്കുക, അല്ലെങ്കിൽ ചെയ്യേണ്ട ഔട്ട്കം എന്ന് പറയും. ഔട്ട്കം എന്താണ് നമ്മൾ ആദ്യം തീരുമാനിച്ചാൽ അതിലേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങളും നമ്മൾ ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും. ലൈഫിൽ ചലഞ്ചസ് വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ്. അതായത് ഒരു ചലഞ്ച് വരുമ്പോൾ ആ ചലഞ്ചിനെ എങ്ങനെ കാണുന്നു? അതൊരു ചലഞ്ചാണോ, അതോ ഒരു ഓപ്പർച്യൂണിറ്റി ആണോ, അതോ ഞാനൊരു യാത്ര പോവാണ്, ഈ യാത്ര എത്തേണ്ട സ്ഥലം അവിടെയാണ്, ഇവിടെ ഒരു ബ്ലോക്ക് വന്നു, അപ്പോൾ അടുത്തുള്ള വഴികൾ നമ്മൾ കണ്ടെത്തി. ചിലപ്പോൾ വൈകുമായിരിക്കും, നമ്മളെത്തിയ ഉദ്ദേശിച്ച സമയത്ത് എത്തില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ പോകാൻ ഉദ്ദേശിച്ചേക്കാൾ ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും അവിടെ എത്തണേ. ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അവസാന യാത്രയിൽ എത്തും. അപ്പോൾ ലൈഫിനെ അങ്ങനെ കാണാം. ഓരോ ലക്ഷ്യങ്ങളെയും നമ്മൾ ലൈഫിൽ ലക്ഷ്യങ്ങളെയും ഓരോ യാത്രയായിട്ട് കാണാം. ഈ യാത്രയിൽ തടസ്സങ്ങളോ ഇതുകളോ നമ്മൾ പ്രതീക്ഷിക്കുക, പക്ഷേ അത് മാനേജ് ചെയ്യാനുള്ള കരുത്തും അതിൻ്റെ ആയുധങ്ങളും അതിനു വേണ്ട സജ്ജീകരണങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തി മുന്നോട്ട് പോവുക. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളും നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നും. ഇതാവുമ്പോൾ എല്ലാ തടസ്സങ്ങളും ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മുന്നോട്ട് വരും.